നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡൽഹി ഹൈക്കോടതിയുടെ ദൈനംദിന നടപടികളിൽ പോലും വലിയ ആശങ്കയുണ്ട് എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറയണമെങ്കിൽ എത്രത്തോളം അദ്ദേഹം ഇതിനെക്കുറിച്ച് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് ഇൻട്രോസ്പെക്ഷൻ നടത്തുന്നുണ്ട്. ദീർഘവീക്ഷണത്തോടു കൂടി തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ ഒരു വാചകം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ BR ഗവായും സഞ്ജീവ് ഖന്നയും രണ്ട് ജസ്റ്റിസുമാരും ഈ പദവിയിൽ ഇരുന്നപ്പോഴെല്ലാം ഡൽഹി ഹൈക്കോടതിയുടെ നടപടികളെക്കുറിച്ചും അവിടുത്തെ ജഡ്ജിമാർ പുറപ്പെടുവിക്കുന്ന വിധികളെക്കുറിച്ചും ശക്തമായ പഠനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സഞ്ജീവ് ഖന്ന ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അദ്ദേഹത്തിൻ്റെ വീടിൽ അനധികൃതമായി പണം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കൃത്യമായി കണ്ടുപിടിച്ചപ്പോൾ അവിടെ തീപിടുത്തം നടന്ന സംഭവ സ്ഥലത്ത് നിന്നും കണ്ടെത്തിയ നോട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യം സുപ്രീം കോടതി വെബ്സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തത്. അദ്ദേഹത്തിന് അറിയാം ഇന്ത്യൻ ജുഡീഷ്യറി കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ദൈനംദിന ജീവിതത്തിൽ ജുഡീഷ്യറി എന്നത് BJP സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ടൂളായി, ഒരു മെഷീനറിയായി കൃത്യമായി മാറ്റിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് സോളിസിറ്റർ ജനറലും അതുപോലെ തന്നെ മുതിർന്ന അഭിഭാഷകരായിട്ടുള്ള കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ഒരു കൃത്യമായൊരു കോക്കസ്, ഒരു ബെൽറ്റ് പ്രവർത്തിക്കുന്നതെന്നും അതിലേക്ക് ജഡ്ജിമാർ വഴുതി വീഴുകയാണ് എന്നുള്ളതും മുൻകാല ചീഫ് ജസ്റ്റിസുമാർ ഒരു രീതിയിലും ഭയം കൂടാതെ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ഒരു തനി ആവർത്തനം തന്നെയാണ് ജസ്റ്റിസ് സൂര്യകാന്തും പറഞ്ഞു വെക്കുന്നത്. ഇന്ത്യൻ ജുഡീഷ്യറി വലിയ തോതിൽ ജീർണിതമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് കപിൽ സിബൽ എന്ന ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സമാജ്വാദി പാർട്ടിയുടെ പാർലമെന്ററി നേതാവ് കൂടിയായിട്ടുള്ള വ്യക്തി പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, സാധാരണക്കാർക്ക് നീതി കിട്ടുക എന്നത് ഒരിക്കലും അത് ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അത് ജനങ്ങൾക്ക് അപ്രാപ്യമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഉനാവോ കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്തുന്ന രീതിയിലുള്ള ഹൈക്കോടതിയുടെ വിധി. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളും കൃത്യമായി ഉനാവോ കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് ഒരു വലിയ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമം, അതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെയും യോഗി സർക്കാരിനെതിരെയും നടത്തുന്ന പോരാട്ടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് BJPയുടെ മുൻ നേതാവായിട്ടുള്ള കുൽദീപ് സെങ്കാൾ പുറത്തിറങ്ങിയാൽ തെളിവുകൾ പലതും നശിപ്പിക്കും എന്നതും ആ ഇരയ്ക്ക് ജീവഭീഷണിയുണ്ട് എന്നുള്ളതും കൃത്യമായി എവിഡൻഷ്യലായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടെന്തുകൊണ്ട് നിരുത്തരവാദിത്തപരമായിട്ടുള്ള വിധി ഡൽഹി ഹൈക്കോടതി പുറപ്പെടുവിച്ചു? എല്ലാവരെയും ഞെട്ടിക്കുന്നു. ഡൽഹി ഹൈക്കോടതി കുപ്രസിദ്ധിയുടെ നടുക്ക് നിൽക്കുകയാണ് എന്ന് എന്തുകൊണ്ടാണ് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലിന് പറയേണ്ടി വന്നത്? വളരെ വ്യക്തമാണ്. ഇന്ത്യൻ ജുഡീഷ്യറിയെ ഡൽഹി ഹൈക്കോടതി താറടിക്കുകയാണ് എന്ന് ചീഫ് ജസ്റ്റിസ് തുറന്നടിക്കുകയാണ്.